ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണ്ടേ, വെറുതെ വീട്ടിൽ ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു മരം ക്ലിയർ ആക്കാറുണ്ട്. വീടിൻ്റെ മുകളിലോട്ട് നിൽക്കുന്നതാണ്. വീഡിയോൻ്റെ ബാക്കി കാണുന്ന ഇലയില്ലാത്ത മരമാണ്. അപ്പം ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ ആ മരം ഒന്ന് കോതി വൃത്തിയാക്കാൻ വിചാരിച്ചു. ഇവിടെ ഹാൻഡിമാൻ ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ മരം വെട്ടിക്കുക അല്ലെങ്കിൽ കാർപ്പൻറ്ററിങ് പണിക്ക് ഭയങ്കര കാശാണ്. അതുകൊണ്ട് അമേരിക്കക്കാരും പൊതുവേ എല്ലാവരും പറ്റാവുന്ന അത്ര വീട്ടിൽ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും, സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ മരം ഓൾറെഡി കുറേ പേരെ വിളിച്ച് കാണിച്ചു മരം ഫുള്ളായിട്ട് മുറിക്കാൻ. അപ്പോൾ മരം മുറിച്ച് അവർ മരം കൊണ്ടുപോയി അല്ലെങ്കിൽ അവർ മരം ചെറിയ ചെറിയ പീസാക്കി മൂവ് ചെയ്യുന്നതിന് ഭയങ്കര കാശാണ്. ഏകദേശം ഒരു $2800-3000 അവർ ആ മരം വെട്ടി മാറ്റാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി എന്തായാലും നമ്മൾ മലയാളിയല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം അങ്ങ് വെട്ടി വൃത്തിയാക്കാൻ വിചാരിച്ചു. അതിനുള്ള പരിപാടിയാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് പരിപാടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മരവും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് യാർഡാണ്. ഇവിടുത്തെയാണ് ഈ മരം വെട്ടാനാണ് നമ്മുടെ പ്ലാൻ. അത്യാവശ്യം വലിയ മരമാണ്. മരം വെട്ടുന്നില്ല, മരം വെട്ടാനായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വീടിൻ്റെ ഇങ്ങോട്ട് നിൽക്കുന്ന കമ്പുകൾ മാത്രം ഒന്ന് വെട്ടി മാറ്റാനാണ് ഇപ്പോഴത്തെ ചെറിയ പ്ലാൻ. ഞാൻ മരം ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഈ മരവും ഈ താഴേന്ന് വെട്ടിയെടുക്കാനാണ് ഞാൻ പറഞ്ഞ നേരത്തെ $3000 വേണമെന്ന് അവർ പറഞ്ഞ് വെട്ടി. ഇതിൻ്റെ ഇവിടെയൊക്കെ വേരുണ്ട്, ഇതിൻ്റെ വേരൊക്കെ വെട്ടി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാണ് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള ഒരു ചെറിയ കട്ടറും കൊണ്ട് ഞങ്ങൾ പണി തുടങ്ങിയാലും കുറച്ച് ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് റെൻ്റലായിട്ടൊരു വലിയ ചെയിൻസോ എടുക്കാൻ തീരുമാനിച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ അടുത്തുള്ള കസിൻസ് എല്ലാവരും ഒത്തുകൂടി ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയാണ് മരം മുറിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഫാദറിൻ്റെ ബ്രദറാണ് ഇനി മരത്തെ കയറാൻ പോകുന്നത്. സഹിച്ചാൻ ഇനി മരം മുറിച്ച് എല്ലാം തീർത്തിട്ട് വീട്ടിൽ പോകുന്ന വാശിയിലാണ്. നോർമലി ഇവിടെ പ്രൊഫഷണൽ ആൾക്കാർ അവരുടെ വണ്ടിയിൽ വന്ന് അവരുടെ രീതിയിൽ മരത്തെ കയറി സേഫ്റ്റി ബെൽറ്റൊക്കെ വെച്ച് നമ്മൾ മരമൊക്കെ മുറിച്ച് അത് ഡിസ്പോസ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഒരു നാടൻ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അമേരിക്കയിൽ മരം വെട്ടുന്നതാണ് കാണിക്കുന്നത്. സൂപ്പറാ. കൊടവേറൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് കൊച്ചു പറഞ്ഞു. കേറ് മേളിട്ട് കേറടാ കേറ്. നോ ഇത് അത് ഒന്ന് കാല അടിക്കല്ലേ.
Daddy! ഇനി അടുത്ത മെയിൻ ഇവന്റിലൂടെ കടക്കാണ്. പ്ലാൻ എഫ് ഫുഡാണ്. ഇനി ഫുഡ് കൂടി കഴിച്ച് നമ്മൾ പിരിയും. ചോർ വൈ stinks. മെയിൻ ഇവന്റ് ആണ്. അവ കപ്പയുണ്ട്, ചോറുണ്ട്, ചിക്കൻ ഉണ്ട്, പയറുതോരനുണ്ട്, അച്ചാറുണ്ട്, സമ്മതിപ്പൊടി ഉണ്ട്, കറി, മത്തങ്ങ കറി ഉണ്ട്. ഞാനെല്ലാം ഉണ്ടാക്കി അതുകൊണ്ട്. പ്ലേ ആ ജോനാൻ അതെ. ആഹാ അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ മരമൊക്കെ ഭംഗിയായിട്ട് വെട്ടിത്തീർത്തു. അങ്ങനെ പേരൻസും കസിൻസും ഒക്കെ ആയിട്ട് നമ്മൾ ആ മരം വെട്ട് അടിപൊളിയാക്കി തീർത്തു. ഇനി കുറച്ച് ഡിസ്പോസിങ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഗാർബേജിന് കൂടെ നമ്മൾ എടുത്ത് കളയും. അപ്പം ഇങ്ങനത്തെ ഒരു ഫാമിലി ഓറിയൻറ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ട്രാവൽ തമിഴിൽ പുതിയ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ പുതിയ നമ്പറുമായിട്ട് ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ, സേഫ് അറ്റ് ഹോം, ബൈ ബൈ.